കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വർക്ക് വിത്ത് സ്റ്റാറിൻ്റെ ഒരു ഏറ്റവും വണ്ടർഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ നടക്കാനുള്ളത് ഷാജു ചേട്ടനാണ്. ഷാജു ശ്രീധർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരുപാട് സിനിമകളിലൂടെ ശരിക്കും പറഞ്ഞാൽ എന്നാണ് ശരിക്കും സിനിമ അഭിനയം ആരംഭിച്ചത്? ഏത് കാലഘട്ടത്തിൽ? ഞാൻ ആരംഭിക്കുന്നത് 95-ലാണ്. മിമിക്സ് ആക്ഷൻ 500 എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അതിനുശേഷം എല്ലാം അന്നത്തെ ന്യൂജൻ സിനിമകൾ പോലെ 4 പേരും 5 പേരും ചേർന്ന നായക വേഷങ്ങൾ, പുത്തുമ്പിയും പൂവാലന്മാരും, KL795 എറണാകുളത്തിനടുത്ത് കിടിലൂർ കിടിലൻ, കളമശ്ശേരിയിൽ കല്യാണമായിരുന്നു, അരമന വീട് 500 ഏക്കറും, എല്ലാം അങ്ങനെയുള്ള സിനിമകളായിരുന്നു. അതായത് ഒരു ആളുകളെ ഭയങ്കരമായിട്ട് രസിപ്പിക്കുന്ന എൻ്റർടൈനർ ആയിരുന്നു അല്ലേ? പക്ഷെ എൻ്റർടൈൻ ആളുകളെ രസിപ്പിക്കാല്ലാതെ എനിക്ക് വലിയ രസം ഉണ്ടായില്ല. പക്ഷേ ക്യാരക്ടർ റോൾസ് അല്ല, 4 പേര് എല്ലാം വീതിച്ചു തരും. അപ്പം നമുക്ക് ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ ആ ഡയലോഗ് 4ആക്കി വീതിച്ചു. പക്ഷെ ഒരു നായകൻ അനുഭവിക്കേണ്ട എല്ലാ പുറമേ അല്ല, ലൊക്കേഷനിലൊക്കെ ദാരിദ്ര്യം ഒക്കെ അനുഭവിക്കുമെങ്കിലും പുറത്ത് പോസ്റ്ററുകളും ബാക്കിയുള്ള എല്ലാം നമ്മുടെ തലകൾ കേരളത്തിലെ എല്ലാ പോസ്റ്റർ, അന്ന് പോസ്റ്ററുകളേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയ ഇല്ല, മറ്റുള്ള പോലെ യൂട്യൂബ് ചാനൽസ് ഇല്ല, നമുക്ക് പ്രൊമോഷൻസ് ഇല്ല, അങ്ങനെ ഷൂട്ടുകളൊന്നുമില്ല. നമുക്ക് അന്ന് പോസ്റ്ററുകളിൽ ഒരു തല വരിക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ സാധിച്ചു എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും പോസ്റ്ററുകളിലൊക്കെ നമ്മുടെ തല വരും. എന്നിട്ട് നമ്മുടെ തലയുടെ അടുത്ത് പോയി നമ്മൾ അടുത്തൂടെയൊക്കെ വെറുതെ നടന്നു നോക്കും, കാരണം ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അങ്ങനെ ഈ ഏറ്റവും ആദ്യം നിങ്ങൾ എന്താ പറയുക, ഈ സിനിമ കണ്ടിട്ട് ഏറ്റവും ആദ്യം മനസ്സിലാക്കിയൊരു സമയമുണ്ടല്ലോ, ഈ ആളുകൾ ഇപ്പോൾ ഷാജു ശ്രീധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷെ ആദ്യമായിട്ട് നിങ്ങൾ ഒരാൾ മനസ്സിലാക്കിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നത്? അത് എന്നായിരുന്നു, ഓർമ്മയുണ്ടോ? മിമിക്സ് ആക്ഷൻ 500 എന്നുള്ള സിനിമയുടെ മുമ്പ് അന്ന് ഞാനയാണ് വീക്കിലി ഉള്ളത്, ഞാനാ മാഗസിനാണ്. അപ്പോൾ ആ ഞാനയിലൊരു ഫോട്ടോ വരുന്നത് വലിയ ഘടകമാണ്. അപ്പോൾ അന്ന് ഈ സിനിമ വരാൻ പോകുന്നു 10 മിമിക്രിക്കാർ, കേരളത്തിലെ വലിയ അഭിയിൽ തുടങ്ങിയിട്ടുള്ള കോട്ടയം നസീർ, ഞങ്ങളെല്ലാവരും കൂടെ 11 മക്കളായിട്ട് രാജൻ പി ദേവും KPS ലളിതയ്ക്കുള്ള ആ വലിയ സിനിമ വരുന്നു എന്നുള്ള വരവറിയിച്ചുകൊണ്ട് അപ്പം തന്നെ അങ്ങനെയൊരു ഇത്രയും പേരാണ് ഹീറോസ്. അപ്പം അന്ന് മിമിക്രിയിൽ ഞാൻ ഓൾറെഡി ഫേമസ് ആണ്. മിമിക്രിയിൽ മോഹൻലാലിൻ്റെ ആ ഒരു കാലഘട്ടം, അതെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജുകൾ പെർഫോം ചെയ്തിട്ടുള്ള സമയമാണ്. അപ്പോൾ അയാളെ സിനിമയിൽ വരുന്നു എന്നുള്ള സംഭവമാണ്. അന്ന് കത്തുകളാണ്, നമ്മളെ കത്തുകളിലൂടെയാണ് അയക്കുന്നത്. അപ്പോൾ അന്ന് നാനയിൽ വിത്ത് നമ്മുടെ അഡ്രസ്സും കൂടെ കൊടുക്കും ഈ നാനയിൽ. അങ്ങനെ ആ സിനിമ കഴിഞ്ഞ് എത്രയോ പെട്ടിക്കണക്കിന് കത്തുകൾ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ അതിനകത്ത് സൗഹൃദങ്ങളുണ്ടാവും, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും, പ്രണയങ്ങളുണ്ടാവും, എല്ലാം അന്ന് കത്തുകളിലൂടെയാണ്. അപ്പോൾ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് കത്തുകൾ വരും. അപ്പോൾ അത് നാളത്തെ ഒരു നായകനാകുമെന്നുള്ള അവരുടെ പ്രതീക്ഷയാണല്ലോ. അല്ല, അന്ന് ഈ പറയുന്ന രീതിയിൽ ആ പ്രതീക്ഷ കൊണ്ട് ഒരുപാട് പ്രണയലേഖനങ്ങളും എല്ലാം അതിനകത്ത് വരും. അപ്പം നമ്മളെല്ലാവരും വായിക്കും, രസമാണ്. അന്ന് കത്ത് വായിക്കുന്നത് വലിയൊരു ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ വായിക്കുന്നത് പോലെ കത്തുകൾ വായിക്കുന്നതാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അന്നത്തെ ഒരു സമയം നമ്മൾ എൻജോയ് ചെയ്യും. നമ്മൾ ആളുകളെ കാണാൻ വേണ്ടി, നമ്മൾ ആളുകളെ മനഃപൂർവ്വം നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയൊക്കെ നമ്മൾ പാർക്കിലൂടെയൊക്കെ പോകും, ഫ്രണ്ട്സിലൂടെയൊക്കെ പാർക്കിലൂടെയൊക്കെ പോയിട്ട് അറിഞ്ഞു കഴിഞ്ഞ് ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടി അവർ വരുമ്പോഴൊക്കെ അതൊരു വല്ലാത്തൊരു ഫീലാണ്. അത് എൻജോയ് ചെയ്യാം. ഈ മിമിക്സ് ആക്ഷൻ 500 കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങി. പിന്നെ എല്ലാം അടുപ്പിച്ച പടങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നായക നിരയിൽ അന്നത്തെ കാലത്ത് മിമിക്രി പടങ്ങളാണെങ്കിലും അങ്ങനെയുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഓട്ടോഗ്രാഫ് കൊടുക്കുക, സ്കൂളുകളിലും ഫംഗ്ഷൻസിനൊക്കെ പോവുക, നടനായി എന്നുള്ളത്. പിന്നെ പാലക്കാടാണ് ഞാൻ, എൻ്റെ നാട്ടിൽ അങ്ങനെ വേറെ നടന്മാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങ് എൻജോയ് ചെയ്തു, മാനസികമായിട്ടങ്ങ് എൻജോയ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ചില സ്വകാര്യ നിമിഷങ്ങളിൽ ഒരുപാട് പേര് വരുമ്പോൾ സമയത്ത് നമുക്ക് ചില സമയത്ത് എല്ലാവരെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചില സമയത്ത് ഒരു വിഷമം തോന്നും. ചില സാഹചര്യങ്ങൾ നമുക്ക് മൂഡ് ഓഫോ അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനോ ഉണ്ടാകുമ്പോൾ വന്നിട്ട് ആളുകൾ പറയും. പക്ഷെ അന്ന് ഏത് സിറ്റുവേഷനിലെ ആളുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു. ശരിക്കും നേരത്തെ പറഞ്ഞു പാലക്കാടാണ് സ്വദേശം എന്ന് പറഞ്ഞു. ഷാജു ശ്രീധർ എന്നുള്ളൊരു പേരിന് അതിൽ എത്തുന്നതിന് മുമ്പ് പാലക്കാട് ഷാജു എന്നുള്ള ഇൻഡസ്ട്രിയിൽ ശരിക്കും എല്ലാ സുഹൃത്തുക്കളുടെ ഇടയിലും എനിക്ക് പല പേരുണ്ടായിരുന്നു. ആദ്യം മോഹൻലാൽ ഷാജു എന്നായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. മിമിക്രി കാലഘട്ടങ്ങളിൽ അങ്ങനെ പറഞ്ഞു, കാരണം അദ്ദേഹത്തെ അനുകരിക്കുകയും അങ്ങനെ വന്ന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പാലക്കാട് ഷാജു എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് വന്നു. പിന്നെ മോഹൻലാലിനെ പോലെ
ഉള്ള അങ്ങനെയുള്ളൊരു വാക്കിലേക്ക് പോയി. ഈ പാലക്കാട് ഷാജുവിൽ നിന്നും പിന്നെയാണ് ഷാജു ശ്രീധർ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്നത്. അതൊരു ഐഡന്റിറ്റി ശരിക്കും ഉണ്ടായി. അതെ അതെ. പക്ഷേ ഈ പറഞ്ഞ മോഹൻലാൽ ഷാജു എന്ന് പറയുന്നത് ലാലേട്ടൻ ഈ വേദിയിൽ നിന്ന്, ലാലേട്ടനെയാണ് ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. വേദിയിൽ ആളുകൾ കണ്ട മുഖമാണ് ലാലേട്ടൻ്റെത്. അത് നിങ്ങളിലൂടെ മിമിക്രി വേദികളിൽ ലാലേട്ടൻ എത്രത്തോളം സിനിമയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ സിനിമയിൽ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മുഖം നമുക്ക് എന്താ പറയുക, ഒരു പ്രതിസന്ധിയായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു മിമിക്രി ഒരിക്കലും നമ്മൾ സിനിമയിൽ ഗുണം ചെയ്യില്ല. സിനിമയിലേക്ക് അന്നത്തെ കാലത്ത് മിമിക്രി സിനിമകൾ ഗുണം ചെയ്യും. കാരണം ഞാൻ അതുപോലെ കാണിച്ചാൽ മാത്രമേ ഒരു സംവിധായകനെ പ്ലീസ് ചെയ്യിക്കാനും ആ സിനിമയിൽ എനിക്ക് കയറാനും 10 പേരിരിക്കുമ്പോൾ കൊള്ളാട്ടം കൊടുക്കണം എന്ന് പറയണമെങ്കിൽ എനിക്കത് വേണമായിരുന്നു. പക്ഷെ അത് തന്നെ ഒരു ക്യാരക്ടറിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളെ പോലെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു മാർക്ക് കുറവാണ്. അവർ അത്രയും വലിയ ലെജൻസാണ്. അപ്പം നമ്മൾ അവരെ പോലെ ഒരാളുടെ ആവശ്യമില്ല അവർക്ക്. അവർ ഓൾറെഡി നിൽക്കുന്നു. അപ്പോൾ അത് നമുക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തുടക്ക കാലഘട്ടങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നായകനിരയിലേക്ക് വരാൻ പറ്റാതെ, അല്ലെങ്കിൽ എനിക്ക് നല്ല ഡയറക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാതെ ഒക്കെ പോയതിൻ്റെ കാരണം ഒരു പക്ഷേ ഇതായിരിക്കും. ഇങ്ങനെ ഉണ്ടാവും മിമിക്രിയുടെ ഇൻഫ്ലുവൻസ്. പക്ഷേ ഞാൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ മിമിക്രി പതുക്കെ സ്റ്റോപ്പ്. ഞാൻ അത്ര വലിയ മിമിക്രി താരമൊന്നുമല്ല. പക്ഷെ എന്നാലും ഈ ഒരു ഇൻഫ്ലുവൻസ് പ്രശ്നം കൊണ്ട് ഞാൻ മാറി സീരിയലിലേക്കും. കുറേ സീരിയൽസ് അതെല്ലാം ഹിറ്റുകളായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും ഒരു ഫ്രഷായിട്ട് പോലെ സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. അത് കുഞ്ഞു വേഷങ്ങൾ, ചെറിയ വേഷങ്ങൾ, അതായത് റോമൻസ്, അങ്ങനെ പൊലിവാൽ കല്യാണം, അങ്ങനെ വന്ന് വീണ്ടും ഞാൻ സജീവമായി. ഇപ്പോഴാണ് ക്യാരക്ടർ റോളുകളിലേക്ക് നമ്മളെ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന റോളുകളിലേക്ക് എത്തി നിൽക്കുന്നു. അതായത് ഒരു സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്തു തുടങ്ങി. ഈ സിനിമ ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ ഒരു ഇടവേള എടുത്തു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബ്രേക്കായി സീരിയലിലേക്ക് പോയി തുടങ്ങിയത്. ഈ ഏതൊക്കെയായിരുന്നു തുടക്കത്തിലെ സീരിയലും ഏറ്റവും അവസാനം ചെയ്ത സീരിയലും? തുടക്കം ഒഴിവുകാലം എന്നൊരു സീരിയലായിരുന്നു. എൻ്റെ ഭാര്യയായിരുന്നു എൻ്റെ കൂടെ അഭിനയിച്ചിരുന്നത്. അത് കഴിഞ്ഞ ശേഷം സ്നേഹസമ്മാനം എന്ന സീരിയൽ, അത് ഭയങ്കര ഹിറ്റായിരുന്നു. എൻ്റെ ഏട്ടനായിട്ട് അഭിനയിച്ച ജയറാമേട്ടനായിരുന്നു. ജയറാമേട്ടൻ സിനിമയിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയത്താണ് സീരിയൽ രാജസ്ഥാനും തുളസിദാസ് ഡയറക്ട് ചെയ്തതാണ്. സിനിമ തന്നെയാണ്. അതിനകത്ത് നായകനായിരുന്നു. ഇന്നാണെങ്കിൽ ഇത് വെബ് സീരീസ് ആയിട്ട് OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങേണ്ടതായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ വെബ് സീരീസ് പോലെയായിരുന്നു. 13 എപ്പിസോഡായിരുന്നു. അന്ന് 13 എപ്പിസോഡേ ഉള്ളൂ. സൂര്യ ടിവിയുടെ ആദ്യത്തെ ഹിറ്റാണ് ഈ സീരിയൽ. അവിടെ തുടങ്ങി ഞാൻ പിന്നെ പാരിജാതം. ആരായിരുന്നു എൻ്റെ സംവിധായകൻ? രാജസ്ഥാനും തുളസിദാസും. അതായത് കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചതാണ്. അതായത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് OTT എന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ച OTTയിൽ വരുന്ന സീരീസ് അത് മുൻപേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, നോട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്ത പാരിജാതം, ഈ പറയുന്ന സ്ത്രീ, പവിത്രബന്ധം, പിന്നെ ചാരുലത, ശാരദ, അങ്ങനെ തുടങ്ങി 8 സുന്ദരികളും ഞാനും എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഹിറ്റായിരുന്നു. ലാസ്റ്റ് ചെയ്തത് അക്കാമ സ്റ്റാലിനും പത്രോസ് ഗാന്ധി എന്ന് പറഞ്ഞ സീരിയലാണ്. ഈ 8 സുന്ദരികളും ഞാനും ഒരു കോമഡി പിന്നെ ലാസ്റ്റ് ചെയ്ത സീരീസ് ഒക്കെ കോമഡി എപ്പിസോഡ്സ്. അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ സിനിമയിലേക്ക് വന്നു. വീണ്ടും സിനിമയിലെ കോമഡിയുടെ ചില സാധനങ്ങളും ചെയ്യാൻ റോമൻസും പുലിവാൽ കല്യാണമൊക്കെ അങ്ങനെ ചെയ്തതാണ്. അതൊക്കെ ഏകദേശം വർക്കായി അങ്ങനെ പോയി. പക്ഷേ ഹ്യൂമർ വേഷങ്ങൾ മാത്രമായിട്ട് ഇപ്പോൾ നായകൻ്റെ ഫ്രണ്ട്, അവരിരിക്കുന്ന തമാശകളിൽ ഒരാൾ തമാശ പറയുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ലക്ഷ്യം തന്നെ സീരിയസ് വേഷങ്ങളിലേക്കുള്ള നോട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രസന്റ് കണ്ടീഷനിൽ സീരിയസ് വേഷങ്ങൾ വന്നു തുടങ്ങി, നെഗറ്റീവ് ഷെയ്ഡ് വന്നു തുടങ്ങി. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് വ്യത്യസ്തതകൾ ഉണ്ടാകുമ്പോഴേ അയാൾക്കൊരു ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഇനി എന്തെന്നുള്ളത് ചിന്തിക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതായത് നമ്മുടെ എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പറയുക, ഒരു സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചും കൂടി വർക്ക്ഔട്ട് ചെയ്യാനുള്ള ക്യാരക്ടർ റോളുകളിലേക്കുള്ളത്. എന്താണ് ശരിക്കും ഇത്രയും നാൾ ചെയ്തു വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഇതെനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് എന്ന് പറയുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചെയ്തതിൽ സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ചെയ്യാനിരിക്കുന്ന വേഷങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് ഷെയ്ഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ശരിക്കും നമ്മൾ ലീഡ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലുള്ള, നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു നായകനിരയുടെ സങ്കല്പങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്കിപ്പോൾ നല്ല ഒരുങ്ങി, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഈ പറയുന്ന ഹെയറോ ബാക്കിയുള്ള കാര്യങ്ങളോ
ഞാൻ വിഗോ ഒക്കെ വെച്ച് അഭിനയിക്കുന്നത് എനിക്ക് അതൊരു ഡ്രാമ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതെല്ലാം മാറ്റിയിട്ട് ക്യാരക്ടറിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ ക്യാരക്ടറിലേക്ക് പ്രാധാന്യം ചെയ്ത് കൊടുത്തു ഇപ്പോൾ ചെയ്തു വെച്ച വേഷങ്ങളിൽ ഇപ്പോൾ ഞാൻ ഗുമസ്തൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഏറ്റവും സീരിയസ് ആയി ചെയ്യുന്ന സിനിമ. അതിന് മുമ്പ് ഞാൻ ചെയ്ത അറ്റം എന്ന് പറയുന്ന സിനിമ റിലീസിനുണ്ട്. അതും ഇതുപോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സീരിയസ് വേഷമാണ്. അപ്പോൾ ഇപ്പോൾ അതിലേക്ക് അയാളെ കാസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു ടോക്ക് ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് ഇപ്പോൾ വരുന്ന സിനിമകളെല്ലാം അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഒരു സീരിയസ് ആയി ലൈക്ക് നമ്മളുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾക്ക് തരാൻ പറ്റുന്ന ക്യാരക്ടർ എന്താണെന്നുള്ളത് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ആളുകളുടെ തോട്ട് പ്രോസസ്സ്, അതായത് ഡയറക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫിലിം മേക്കേഴ്സിൻ്റെ തോട്ട് പ്രോസസ്സും മാറിക്കഴിഞ്ഞു. അതിന് ആ ഒരു ചേഞ്ച് ഓവർ എവിടുന്നാണ് തുടങ്ങിയത് ശരിക്കും? ചേഞ്ച് ഓവർ ഫസ്റ്റ് തുടങ്ങുന്നത് അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമ. ആ സിനിമയാണ് കോവിഡ് സമയത്ത് എല്ലാ സിനിമകളും താൽക്കാലികമായിട്ട് അടഞ്ഞു തുടങ്ങുമ്പോൾ OTT പ്ലാറ്റ്ഫോം എല്ലാം ഓപ്പൺ ചെയ്യുന്ന ഈ സിനിമ. അയ്യപ്പനും കോശി 5-ാം പതിന് 2 ഹിറ്റായിരുന്നു. അപ്പോൾ അതിനകത്ത് 5-ാം പതിന് ചെറുതാണെങ്കിലും വേഷത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. സീരിയസ് അയ്യപ്പനും കോശിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീനുണ്ടായിരുന്നു, ടേക്ക് ഓഫ് ആ സിനിമ. അപ്പോൾ അത് രണ്ടും വന്നതോടുകൂടിയിട്ട് മാറ്റി ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ ആളുകൾ ചിന്തിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചാൽ എല്ലാ സിനിമയിലും പോലീസ് ഓഫീസറായി കഴിഞ്ഞാൽ അതിൽ നിൽക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് വഴിമാറി അങ്ങനെ പോലീസ് ഓഫീസറിൽ നിന്നും മറ്റു ക്യാരക്ടർ പോലീസ് ഓഫീസറിൽ തന്നെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ നമ്മളെ ഡയറക്ടർമാരെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ എൻ്റെ പ്ലസൻറ്റ് സംഭവം ഇപ്പോഴീ നിൽക്കുന്ന ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പം നിൽക്കുന്ന കേരള വിഷൻ്റെ ഇപ്പോൾ ഇൻ്റർവ്യൂ